CSMA ബാർ CA എന്തായിരുന്നു? CSMA കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ്. CSMA ബാർ CA എന്ന് പറഞ്ഞാൽ കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ അവോയ്ഡൻസ് എന്നായിരുന്നു അല്ലേ. അപ്പോൾ കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ 3 സ്ട്രാറ്റജീസാണ് CSMA ബാർ CAയിൽ ഉള്ളത്. ആ 3 സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻ്റർഫ്രെയിം സ്പേസ്, IFS എന്ന് പറയും. രണ്ടാമത്തേത് കണ്ടൻഷൻ വിൻഡോ. മൂന്നാമത്തേത് അക്നോളജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 സ്ട്രാറ്റജീസാണ് കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് CSMA ബാർ CAയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ 3 സ്ട്രാറ്റജീസും കൂടെ വരുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ചാനൽ എന്ത് ചെയ്യുന്നു? സ്റ്റേഷൻസ് എന്ത് ചെയ്യുന്നു? ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ചാനലിനെ സ്റ്റേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇത്രയും ആരോസ് കാണിച്ചിട്ടുള്ള ആരോസ് ഒക്കെ എന്താണ്? സെൻസ് ചെയ്യുന്നതാണ് അല്ലേ, മീഡിയം സെൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്തെല്ലാം, അങ്ങനെ സെൻസ് ചെയ്യുന്ന സമയത്തെല്ലാം എന്താണ്? ബിസിയാണ്. ആ ഗ്രീൻ കളറിൽ കാണിച്ചത് കണ്ടില്ലേ, അത്രയും സമയം അതെന്താണ്? ബിസിയാണ്. ദെൻ എപ്പോഴാണോ ഐഡിലാവുന്നത്, മീഡിയം എപ്പോഴാണോ ഐഡിലാവുന്നത് അല്ലെങ്കിൽ ചാനൽ എപ്പോഴാണോ ഐഡിലാവുന്നത്, ആ ഒരു ടൈം മുതൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. അതാണ് ഇൻ്റർഫ്രെയിം സ്പേസ് എന്ന് പറയുന്നത്. അത്രയും ഒരു ടൈം, ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, അത്രയും ടൈം എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. അതായത് ഒരു IFS ടൈം വെയിറ്റ് ചെയ്യുന്നു. കാരണം തൊട്ട് മുമ്പേ വേറെ ഏതെങ്കിലും സ്റ്റേഷൻ ചിലപ്പോൾ എന്തെങ്കിലും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിവിടെ ഇങ്ങോട്ട് എത്താത്തതായിരിക്കാം, വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങോട്ട് എത്താത്തതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് IFS ടൈം. അങ്ങനെ ഏതെങ്കിലും ഡാറ്റ വരുന്നുണ്ടോ, വേറെ ഏതെങ്കിലും സ്റ്റേഷൻ സെൻഡ് ചെയ്ത ഡാറ്റ മീഡിയത്തിലൂടെ കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഇതാണ് എന്ത്? IFS ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്നും കൂടെ പറയാം. ആദ്യം ഇൻ്റർഫ്രെയിം സ്പേസ് എന്താണെന്ന് പറയാം. കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാനൽ ഐഡിലാണെന്ന് കണ്ടാൽ ട്രാൻസ്മിഷൻ തൽക്കാലത്തേക്ക് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ചാനൽ ഐഡിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യുന്നു? വെയിറ്റ്സ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ആ പീരീഡ് ഓഫ് ടൈമിന് പറയുന്ന പേരാണ് ഇൻ്റർഫ്രെയിം സ്പേസ് അല്ലെങ്കിൽ IFS. അതായത് IFS ടൈം എന്ത് ചെയ്യുന്നു? സ്റ്റേഷൻ വെയിറ്റ് ചെയ്യുന്നു. കാരണം ഓൾറെഡി സെൻഡ് ചെയ്ത ഏതെങ്കിലും സ്റ്റേഷനിലെ ഡാറ്റ വരാനുണ്ടായിരിക്കും, ഒരു ഡിസ്റ്റൻസ് സ്റ്റേഷനിലെ ഡാറ്റ വരാനുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഏതെങ്കിലും വരുന്നുണ്ടോ മീഡിയത്തിലൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് IFS ടൈം എന്ത് ചെയ്യുന്നത്? വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഐഡിയൽ തന്നെയാണെങ്കിൽ, സപ്പോസ് അങ്ങനെ IFS ടൈം വെയിറ്റ് ചെയ്തു എന്നിട്ടും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഐഡിയലാണ്, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേഷന് സെൻഡ് ചെയ്യാം അല്ലേ. പക്ഷേ അപ്പോഴും സെൻഡ് ചെയ്യില്ല, വീണ്ടും വെയിറ്റ് ചെയ്യും. ഒരു കണ്ടൻഷൻ ടൈമിന് ഈക്വൽ ആയിട്ടുള്ള ടൈം വെയിറ്റ് ചെയ്യും. കണ്ടൻഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ഓഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു ടൈം പീരീഡാണ് കണ്ടൻഷൻ ടൈം എന്ന് പറയുന്നത്. അത്രയും ടൈം അത് വീണ്ടും വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് കണ്ടൻഷൻ ടൈം എന്ന് നോക്കാം. കണ്ടൻഷൻ ടൈം അല്ലെങ്കിൽ കണ്ടൻഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ടൈം ഡിവൈഡഡ് ഇൻ ടു സ്ലോട്ട്സ്, അതായത് ഡിഫറെൻറ്റ് ടൈം സ്ലോട്ട്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് കണ്ടൻഷൻ വിൻഡോ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം തന്നെയാണ് ഒരു സ്റ്റേഷൻ ഡാറ്റ സെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു റാൻഡം നമ്പർ ഓഫ് സ്ലോട്ട്സ് അതിൻ്റെ വെയിറ്റിംഗ് ടൈമായിട്ട് ചൂസ് ചെയ്യും. ഓക്കെ, ആ റാൻഡം നമ്പർ ഓഫ് സ്ലോട്ട്സ്, അങ്ങനെയുള്ള നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? സെൻഡ് ചെയ്യുന്നത് അല്ലേ. നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ ദ വിൻഡോ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ബൈനറി എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് സ്ട്രാറ്റജി. അതായത് ബാക്ക് ഓഫ് ടൈം ഉണ്ടല്ലോ, അതായത് എന്തെങ്കിലും കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേഷൻ വെയിറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതിന് അക്കോർഡിംഗ് ആയിട്ടാണ് ഈ നമ്പർ ഓഫ് സ്ലോട്ട്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ഓഫ് ടൈം മാറുന്നതിനനുസരിച്ച് വിൻഡോ, അതായത് കണ്ടൻഷൻ വിൻഡോൻ്റെ സൈസ്, അതിൽ വരുന്ന നമ്പർ ഓഫ് സ്ലോട്ട്സും എന്ത് ചെയ്യും? മാറും. ഓക്കെ, അപ്പോൾ കണ്ടൻഷൻ വിൻഡോൻ്റെ വരുന്ന അത്രയും ടൈം എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. അതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. IFS ടൈം കഴിഞ്ഞാൽ ആ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളത് കണ്ടില്ലേ, യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള അത്രയും സമയം കണ്ടൻഷൻ വിൻഡോ സമയമാണ്. ഓരോ ടൈം സ്ലോട്ടുകളാണ്, ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകളായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അത്രയും എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു.
അതാണ് കണ്ടൻഷൻ വിൻഡോ എന്ന് പറയുന്നത്. ഓരോ ടൈം സ്ലോട്ടുകൾ കഴിഞ്ഞാലും ചാനൽ എന്ത് ചെയ്യണം, സ്റ്റേഷൻ ചാനലിനെ സെൻസ് ചെയ്യണം. അപ്പോൾ ചാനൽ ബിസി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, ടൈമർ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ടൈമർ ഉണ്ടല്ലോ അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ചാനൽ ഐഡിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രോസസ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് വീണ്ടും ഐഡിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, ഓക്കെ റെഡി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. എന്നിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അക്നോളജ്മെൻ്റ് ആണ്, മൂന്നാമത്തെ സ്ട്രാറ്റജി. വിത്ത് ഓൾ ദീസ് പ്രിക്കോഷൻ ദർ സ്റ്റിൽ മേ ബി കൊളീഷൻ. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ആദ്യം IFS ടൈം നോക്കി, കണ്ടൻഷൻ വിൻഡോ സൈസ് നോക്കി, അത്രയും ടൈം വെയിറ്റ് ചെയ്തിട്ടും കൊളീഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഡാറ്റ ഡിസ്ട്രോയ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കറപ്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. The positive acknowledgement can help guarantee that the receiver has received the frame. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കണ്ടൻഷൻ ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്, ഡാറ്റ ഡിസ്ട്രോയ് ചെയ്യാം അല്ലെങ്കിൽ കറപ്റ്റഡ് ആവാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം സെൻഡ് ചെയ്തതിന് ശേഷം റിസീവറിലേക്ക് കറക്റ്റായിട്ട് ഫ്രെയിം എത്തിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്, അത് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് സഹായിക്കും. ഓക്കെ, ഇനിയിപ്പോൾ കറക്റ്റായിട്ട് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചെന്തായിരിക്കും കിട്ടുക, നെഗറ്റീവ് അക്നോളജ്മെൻറ്റ്. അപ്പോൾ പോസിറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഫ്രെയിം അവിടെ റിസീവറിന് കറക്റ്റായിട്ട് റിസീവ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 3 സ്ട്രാറ്റജീസ് ഏതിൽ വരുന്നത്, CSMA ബാർ CA വരുന്നത്. ആദ്യം കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്യുന്നു, ചാനൽ ഐഡിയലാണെന്ന് കാണുന്ന സമയത്ത് IFS ടൈം വെയിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ കണ്ടൻഷൻ വിൻഡോ ടൈം വെയിറ്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷമാണ് ഫ്രെയിം സെൻഡ് ചെയ്യുന്നത്. ഫ്രെയിം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ടൈം വെയിറ്റ് ചെയ്യുന്നു. പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഉറപ്പായി ഫ്രെയിം റിസീവറിലേക്ക് കറക്റ്റായിട്ട് എത്തി. ഇനി ആ ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്യും. ഇത്രയും സമയത്തിനുള്ളിൽ അക്നോളജ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഡാറ്റ ഫ്രെയിം അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം.